തീർച്ചയായും ഇനി വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് പോകണം. ഭാരതം ഇന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ലോകത്തിന് പ്രതീക്ഷ നൽകുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ആത്മനിർഭർ ഭാരതിലേക്കുള്ള മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പാണ്. രാജ്യത്തിന്റെ യാത്രയിൽ തടസ്സങ്ങൾക്കുള്ള പരിഹാരത്തിനാണ് പ്രാധാന്യമെന്നും എല്ലാ എംപിമാരും രാജ്യത്തിന്റെ യാത്രയ്ക്കൊപ്പം നിൽക്കണമെന്ന് പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിൽ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് പാർലമെന്റിന് മുൻപിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് രാജ്യത്തിന്റെ മുൻപോട്ടുള്ള യാത്രയിൽ എല്ലാ എംപിമാരുടെയും സഹകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത്. എല്ലാ മേഖലയിലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് കുതിക്കുന്ന ഭാരതം ഇന്ന് ലോകത്തിന് പ്രതീക്ഷയാണ്. സ്ഥിരതയുള്ള പ്രവർത്തനത്തിലൂടെ രാജ്യത്തിന്റെ പരിവർത്തനമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഈ യാത്രയിൽ തടസ്സങ്ങൾക്കല്ല, പകരം പരിഹാരങ്ങൾക്കാണ് പ്രാധാന്യമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ജനാധിപത്യത്തോടുള്ള നമ്മുടെ സമർപ്പണവും ജനാധിപത്യ പ്രക്രിയകളിലൂടെ എടുക്കുന്ന തീരുമാനങ്ങളെയും ലോകം മുഴുവൻ ഇന്ന് സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. लेकिन इस सरकार की ये पहचान रही है रिफॉर्म, परफॉर्म एंड ट्रांसफॉर्म, और अब तो हम रिफॉर्म एक्सप्रेस पर चल पड़े हैं, बहुत तेजी से चल पड़े हैं। और मैं संसद के भी सभी साथियों का आभार व्यक्त करता हूं कि इस रिफॉर्म एक्सप्रेस को गति देने में वे भी अपनी सकारात्मक शक्ति को लगा रहे हैं. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ആത്മനിർഭർ ഭാരതിലേക്കുള്ള നിർണായക ചുവടുവെപ്പാണ്. യുവാക്കളും ഉൽപാദകരും ഈ അവസരം ഗുണകരമായി ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. രാജ്യത്തിന്റെ പുരോഗതിയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ജനം, ഡൽഹി.